നമ്മളെ വലിയൊരു അംഗം തുടങ്ങാൻ പോവുകയാണ് ഇവിടെ. നമുക്കറിയാം, ആനുകാലിക സംഭവങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനെ ഇപ്പോ പരീക്ഷയിലുള്ള പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. LDCക്കാണെങ്കിലും LGSനാണെങ്കിലും ഇനി LPUPക്കാണെങ്കിലും CPOക്കാണെങ്കിലും ഡിഗ്രി ലെവലിനാണെങ്കിലും എല്ലാം കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്, അല്ലെ? അപ്പോ പലരും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാമിന്റെ കുറച്ച് മുന്നേ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം മാക്സിമം ഒരു മാസം ഒക്കെയാണ് കറണ്ട് അഫയേഴ്സ് നോക്കുക. കാരണം ഇത് എവിടെയാ നോക്കേണ്ടത്, എങ്ങനെയാ നോക്കേണ്ടത് എന്ന വലിയ ഐഡിയ ഇല്ലാത്ത ആളുകൾ എക്സാമിനോട് അടുപ്പിച്ചാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. പക്ഷേ ആ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം അല്ലെങ്കിൽ ഒരു 15 ദിവസം 20 ദിവസത്തെ പഠനത്തില് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു ലോട്ടറിയും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ രണ്ടും അടിക്കും എന്നുള്ള രീതിയിലേ അത് ഭവിക്കുള്ളൂ, അല്ലെ? കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന വലിയൊരു കടലിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ബക്കറ്റിലുള്ള വെള്ളം ചിലപ്പോ ചോദിക്കും, ചിലപ്പോ ചോദിക്കില്ല എന്നുള്ള രീതിയിലായിരിക്കും അതവിടെ സംഭവിക്കുക, അല്ലെ? യെസ്. പക്ഷേ നമുക്ക് ഇപ്പോ നമ്മുടെ മുന്നില് കുറച്ച് സമയമുണ്ട് എന്ന് തന്നെ പറയും. ഇന്നിപ്പോ മാർച്ച് 4-ാം തീയതിയാണ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങുന്നത്, അല്ലെ? എപ്പോഴായിരിക്കും നിങ്ങളുടെ പരീക്ഷകൾ? എപ്പോഴായിരിക്കും? നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ഓരോ പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്നാലും ജൂണിന് ശേഷമല്ലേ നമ്മുടെ പരീക്ഷയ്ക്ക് സമയമുണ്ടല്ലോ. 3 മാസം നമുക്ക് പക്കാ ഫുള്ളായിട്ട് സമയമുണ്ടല്ലോ, അല്ലേ? യെസ്. അപ്പൊ അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസം നമുക്ക് ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമുക്ക് ജൂലൈയിലാണോ പരീക്ഷ, ജൂണിലാണോ പരീക്ഷ, അത് ജൂണിലെ കലണ്ടറും ജൂലൈയിലെ കലണ്ടറൊക്കെ വന്നാലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ പഠനത്തിന് മിനിമം 3 മാസം നിങ്ങൾ കാണണം എന്നുള്ളതാണ് ഒരു വസ്തുത. മിനിമം, കേട്ടോ? ഓക്കെ. മാക്സിമം ഒരു 6 മാസം വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ. പ്രിലിംസിന്റെ ഏപ്രിൽ പ്രിലിംസിന് ഈ പോർഷൻസ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ പഠനം പ്രിലിംസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ മെയിൻസിനും കൂടെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, യൂസ്ഫുൾ ആക്കാം. പ്രിലിംസിന്, അതായത് ഏപ്രിലിൽ നടക്കുന്ന ഡിഗ്രി പ്രിലിംസിനെ പരമാവധി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കവർ ചെയ്യും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഫുള്ളായിട്ട് കവർ ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. ഈ ഒരു കോഴ്സ് എങ്ങനെയാണ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ, കേട്ടോ? ഓക്കെ. യെസ്. ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. നിങ്ങളുടെ പരീക്ഷ എന്നാണോ അന്ന് രാവിലെ വരെ ഇവിടെ ക്ലാസ് ഉണ്ടാവും എന്ന ഉറപ്പ് ഞാൻ തരാം. ഓക്കെ. യെസ്. നിങ്ങളുടെ പരീക്ഷ എന്നാണോ അന്ന് രാവിലെ വരെ നമുക്ക് ഇവിടെ ക്ലാസ് ഉണ്ടാവും. കാരണം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഓക്കെ. നമ്മൾ രാവിലെ ചായ കുടിക്കുക, ഉച്ചയ്ക്ക് ചോറുണ്ടുക എന്ന് പറയുന്ന പോലെ രാവിലെ 7:30 കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ റിവിഷൻ കോഴ്സുകളോ കാര്യങ്ങളോ വന്നാലും നിങ്ങൾക്ക് ഒരു കുലുക്കം ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ പെർമനന്റ് ആണ്. ഏത് 2024 ഈ പറയുന്ന LDC, LGS, പിന്നെ LST, ഇപ്പൊ വിളിച്ച പരീക്ഷകൾ ഉണ്ടല്ലോ, ഇപ്പൊ വിളിച്ച പരീക്ഷ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലൊക്കെ നടക്കുന്ന എല്ലാ പരീക്ഷയ്ക്കും നമുക്കിവിടെ ക്ലാസ് ഉണ്ടാവും, കേട്ടോ? ഓക്കെ. യെസ്. ഇനി നമ്മള് എക്സാം അടുപ്പിച്ച ചിലപ്പോൾ റിവിഷൻ കോഴ്സ് ചെയ്യായിരിക്കും. ഇപ്പൊ ജൂലൈ 20-നാണ് പരീക്ഷയെങ്കിൽ ചിലപ്പോൾ ഒരു 1 മന്ത് റിവിഷൻ തരുമായിരിക്കും. അപ്പോഴത്തേക്കും നമ്മളെ കോഴ്സുകൾ എന്ത് ചെയ്യും, വൃത്തിക്ക് തീരും, കേട്ടോ? നമ്മളെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് റിവിഷൻ കോഴ്സ് അവസാനം വരികയാണെങ്കിൽ ടോപ്പിക് വൈസ് റിവിഷൻ കോഴ്സും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യെസ്. അപ്പോഴൊക്കെ നിങ്ങളുടെ പരീക്ഷയുടെ അന്ന് രാവിലെ വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാവും, കേട്ടോ? ഓക്കെ. അത്രേ പറയാനുള്ളൂ. അപ്പൊ നമ്മളിവിടെ മാർച്ചില് തുടങ്ങുകയാണ്. 2023 ജനുവരി എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും 2023 ജനുവരി നമ്മൾ അരിച്ചു പെറുക്കിയിട്ട് എന്ത് ചെയ്യും,
ഫെബ്രുവരിയിലേക്ക് പോവും, മാർച്ചിലേക്ക് പോവും, ഏപ്രിലേക്ക് പോവും, മെയ്യിലേക്ക് പോവും, അങ്ങനെ 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 പോയിട്ട് 2023 ഡിസംബർ വരെയും, പിന്നീട് 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആണോ പരീക്ഷ, അങ്ങനെയാണെങ്കിൽ ഒരു മെയ് വരെ, ജൂലൈയിലാണ് പരീക്ഷ എങ്കിൽ ഒരു ജൂൺ വരെയുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പൊ 2023, 24 മാത്രമേ ഉള്ളൂ. 21, 22, 20 ഒക്കെ PSC ചോദിക്കാറുണ്ടല്ലോ. അപ്പോഴോ യെസ്, നമ്മളെ പഠിക്കുന്ന സമയത്ത് ആവശ്യമായതിനെ ബാക്കിലേക്ക് നമ്മൾ പോകും കേട്ടോ. യെസ്, 22ഉം 21ഉം ചിലപ്പോ 20 ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പക്ഷെ കീറി മുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 23ഉം 24ഉമാണ് നമ്മൾ പഠിക്കുക. പക്ഷെ ബാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പോകും അല്ലേ. യെസ്, നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെ എല്ലാ ദിവസവും, അതിനൊരു മാറ്റമില്ല, എല്ലാ ദിവസവും നമുക്ക് എന്തുണ്ട്, പരീക്ഷയുണ്ട്. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്താൽ മതി, ഇവിടെ തുടർന്നാൽ മതി. ഇല്ലാത്തവർക്ക് ഇപ്പൊ തന്നെ റീഫണ്ട് വാങ്ങിയിട്ട് പോകാം. എന്ന് വിചാരിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ റീഫണ്ട് ചോദിക്കരുത്. എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യാ കേട്ടോ. എല്ലാ ദിവസവും ഇന്നെടുക്കുന്ന കാര്യങ്ങളുടെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് എല്ലാവരും കേൾക്കുമായിരിക്കും കേട്ടോ. റെക്കോർഡഡ് ക്ലാസ്. ഇനി മറ്റു ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം കൊണ്ട് കേട്ടില്ലെങ്കിലും ഒന്നാമത്തെ ക്ലാസ് എന്തായാലും എല്ലാവരും കേൾക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, എല്ലാ ദിവസവും എന്താണ്, നമുക്ക് ഇവിടെ എന്തുണ്ടാവും, പരീക്ഷ ഉണ്ടാവും. തൊട്ട് തലേ ദിവസം പഠിപ്പിച്ച ടോപ്പിക്കിനെ ഇന്നലെ പഠിപ്പിച്ചാണോ, അല്ല, തൊട്ട് തലേ ദിവസങ്ങളിൽ നമ്മൾ പഠിപ്പിച്ച, അതായത് ഒരു മാസം കഴിഞ്ഞ് നടത്തുന്ന പരീക്ഷയിൽ ചിലപ്പോൾ ഇന്നത്തെ ഫാക്ടുകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ 8 മണിയുടെ ബാച്ചിലെ ശാന്തിയുടെ ഒക്കെ നേതൃത്വത്തിൽ, ശാന്തി ഇവിടെ ഉണ്ടോ, ശാന്തിയുടെ ഒക്കെ നേതൃത്വത്തിൽ കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചെയ്തിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് വഴി കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ ചെയ്തിരുന്നു ഇല്ലേ, ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. യെസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പിലും റിവിഷൻ ചെയ്യാം. ടൈം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ 7 മണി കേട്ടോ. അതായത് 7 മണി മുതൽ 7:30 വരെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. 7:30 ആകുമ്പോൾ അത് പഠിച്ചിട്ട് ക്ലാസ്സിലേക്ക് വരിക. എല്ലാം പക്കയായിട്ട് നമുക്ക് അങ്ങനെ പോകാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതെന്ത് ചെയ്യാം, അതെ മനസ്സിൽ വെക്കുക. നമ്മളെ ഇന്നത്തെ പോയിന്റുകളിലേക്ക് പോവാണ്. യെസ്, ഇന്നത്തെ പോയിന്റുകളിലേക്ക് പോവാണ്. യെസ്, ഓക്കെ. അപ്പൊ ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത് 7:30 മണിയാണ്. 7:35 വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതിന് മുമ്പേ ആയിട്ട് ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്, 7:35. ടൈം കുറച്ചുകൂടി നോക്കാം, നേരത്തെ ആക്കാം എന്ന് പറഞ്ഞ ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ സമയം എന്ന് പറയുന്നത് നമ്മളെ 4 കൊല്ലായിട്ട് ഫിക്സ് ചെയ്ത സമയമാണ്. ഇത് ഞാൻ മാറ്റണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഒരു പ്രളയം ഉണ്ടാവും. യെസ്, വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നോമ്പൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നേരത്തെ ആക്കുന്നതാണ് എനിക്ക് സൗകര്യം. പക്ഷേ യെസ്, അത് ഫിക്സ് ചെയ്തൊരു സമയമാണ്, അത് അങ്ങനെ പോട്ടെ കേട്ടോ. അല്ലേ? യെസ്, ഓക്കെ. ചാറ്റ് ബോക്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഫുൾ സൈസ് കിട്ടും കേട്ടോ. ഓക്കെ, റിവിഷൻ ടൈം ആണോ? ഓക്കെ. റിവിഷൻ ടൈം അത് നിങ്ങൾക്ക് വിട്ടു കേട്ടോ. റിവിഷൻ ടൈം നിങ്ങൾക്ക് വിട്ടു, ഞാനല്ല കേട്ടോ, നിങ്ങളാണ്. നമ്മുടെ മുന്നത്തെ ബാച്ചിൽ കുറച്ച് പിള്ളേരെ നേതൃത്വത്തിലായിരുന്നു അത് ചെയ്തിരുന്നത് കേട്ടോ. യെസ്, അപ്പോ ക്ലാസ് കമ്പ്യൂട്ടറിൽ കാണാം. ഈ ക്ലാസ്സിന് ശേഷം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കമ്പ്യൂട്ടറിൽ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് യെസ്, ഈ ക്ലാസ്സിന് ശേഷം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ പിന്നെ പല തിരക്കുകളിലുള്ള ആളുകൾ ഉണ്ടാവും. ആ അടുക്കളയുടെ സൈഡിൽ എവിടെയെങ്കിലും എന്നെ അങ്ങ് കുത്തിച്ചാരി വെച്ചോളുക കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, പിന്നെ നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. എല്ലാവരുടെ മുന്നിലും സിലബസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു സ്ക്രീൻ കാണുന്നുണ്ടോ? അതായത് ഇത് നമ്മുടെ പച്ചവെള്ളത്തിന്റെ വെബ്സൈറ്റ് ആണ്, www.pachavalam.com കേട്ടോ. www.pachavalam.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു 4 ഡോട്ട് കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിലബസ് എന്ന് പറയുന്ന ഒരു ടാബ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് നിങ്ങളുടെ പരീക്ഷയുടെ ഇപ്പൊ റെലവെന്റ് ആയിട്ടുള്ള പരീക്ഷയുടെ സിലബസ്
യെസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ് സിലബസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ LGSന്റെ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം. LGS മെയിൻസിന്റെ സിലബസ് ഇവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ് LGSന്റെ സിലബസ് നോക്കുന്ന സമയത്ത് പൊതുവിജ്ഞാനത്തിന് 40 മാർക്ക്. ഞാൻ എല്ലാ സിലബസും ഡിസ്കസ് ചെയ്യല്ല കേട്ടോ. പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ്, ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണ്, സയൻസിന് 10 മാർക്കാണ്, പൊതുജനാരോഗ്യത്തിന് 10 മാർക്കാണ്, മാത്സിന് 20 മാർക്കാണ്. നിങ്ങൾ നോക്കിയേ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് മനസ്സിലാവുന്നില്ലേ? ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക് കേട്ടോ. ഓക്കെ, ഇനി LGS അല്ല, ഇനി LDC എടുത്തു. ഡീറ്റെയിൽഡ് സിലബസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ LDCയുടെ സിലബസ് വന്നു 2024. അതിൽ നോക്കിയേ നിങ്ങള്. യെസ് എവിടെ? ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. കണ്ടോ? യെസ്, ഇനി LPUP നിങ്ങളുടെ സിലബസ്. LPUPക്കാർ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണേ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിലബസിനനുസരിച്ച് പഠിക്കുക കേട്ടോ. ഞാനിവിടെ ക്ലാസ്സിൽ ഇങ്ങനെ 23 ജനുവരി 23 ഫെബ്രുവരി എങ്ങനെയായിരിക്കും അരിച്ചു പെറുക്കി പോവുക. പക്ഷെ നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, കേരള ചരിത്രം, ഓക്കെ, നവോത്ഥാനം, പ്രസ്ഥാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ട 2 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട 2 മാർക്കിന്റെ. സാമ്പത്തിക ശാസ്ത്രം മാത്രമല്ല, അതിനകത്ത് ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും പിന്നെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷനും അതുമായി ബന്ധപ്പെട്ട 20 മാർക്ക് 2 മാർക്ക്. ഓക്കെ, പിന്നെ ഫിസിക്സിൽ നിന്ന് 2 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 2 മാർക്ക്, ബയോളജിയിൽ നിന്ന് 2 മാർക്ക്. അങ്ങനെയാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. സിലബസ് അറിയണേ കേട്ടോ. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട കാര്യമില്ല, അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ ഞാന് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴും എന്താണ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ ചെയ്യാം കേട്ടോ. സ്പോർട്സിന്റെ ഒക്കെ കാര്യങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം നമുക്ക് എടുക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾ വരണ്ട കേട്ടോ. ഓക്കെ, അതെന്താന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളുടെ സിലബസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. യെസ്, എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും നമ്മൾ മുന്നത്തെ പഠിപ്പിച്ച പ്ലാറ്റ്ഫോമുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇനി അങ്ങനെ ഒരു കമ്പാരിസൺ ആയിരിക്കും വരിക അല്ലെ. അക്കാഡമിയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുതേ. അക്കാഡമി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് സെർവറുള്ള, സ്വന്തമായിട്ട് പേയ്മെന്റ് ഗേറ്റ്വേ ഉള്ള, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഉള്ള ബില്യൺസ്, യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്യൺസ് ഓഫ് കമ്പനിയാണ് അക്കാഡമി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെയുള്ള ഫെസിലിറ്റീസിനെ അവിടെയുള്ള ഫെസിലിറ്റീസുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കേട്ടോ. യെസ്, ഓക്കെ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും, സഹകരിക്കുക. ഫുൾ സ്ക്രീൻ ആക്കുമ്പോ ചാറ്റ് കാണുന്നില്ല എന്ന് പറയുന്ന കമന്റുകളൊക്കെ നിരോധിച്ചിരിക്കുന്നു. അത് പിന്നെ അവിടെ അങ്ങനെ തന്നെ അല്ലേ, ഫുൾ സ്ക്രീൻ ആക്കുമ്പോൾ ചാറ്റ് കാണോ? ചാറ്റ് ഒഴിവാക്കിയല്ലേ ഫുൾ സ്ക്രീൻ കാണുള്ളൂ. എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ. യെസ്, അപ്പൊ ഇവിടെ എന്താണ്, ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ കണ്ടന്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരുന്നു കേട്ടോ. യെസ്, അപ്പോ അത്രേ ഉള്ളൂ അല്ലെ ശ്രുതി, സജിത? യെസ്, അപ്പൊ നമ്മള് 2023 ജനുവരിയിലേക്ക് പോകുന്നു. എപ്പ പഠിച്ചു? ഇത് നോട്ട് എഴുതി എടുക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് വിശ്വസിക്കുക കേട്ടോ. ഈ ക്ലാസ്സിൽ ഞാൻ നോട്ട് എഴുതി എടുക്കും, എന്നിട്ട് ഞാൻ മക്കളെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, പഠിക്കും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വൈകുന്നേരം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പഠിക്കും എന്നുള്ള നിയത്ത് ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കാം കേട്ടോ. നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും 8:30 ഇന്ന് എടുക്കുന്ന 20ഓളം 30ഓളം സ്ലൈഡുകൾ ഞാൻ പഠിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മാത്രം ഇവിടെ ഇരിക്കുക കേട്ടോ. നോട്ട് ഇല്ല എന്ന് കമന്റ് ചെയ്യരുത്. നോട്ട് നിർബന്ധമായിട്ടും വേണം. നോട്ട് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിൽ അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ ജൂലൈ മാസത്തിൽ പരീക്ഷ ചെയ്യുന്ന സമയത്ത് PDF തരാൻ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വേണ്ടി വരും. അന്നത്തെ ദിവസം അരമണിക്കൂർ എന്ന് പറയുന്നത് 10 ലക്ഷം കൊടുത്താലും നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ഉണ്ടാവില്ല, ആ സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുണ്ടാവില്ല. കാരണം അത്രയും അധികം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഓക്കെ, നോട്ട് എന്തായാലും വേണം കേട്ടോ. ഇന്നിപ്പോ നോട്ട് ഇല്ലാത്ത ആളുകളെ അടുത്ത ക്ലാസ് ആകുമ്പോ നിങ്ങൾ പഴയ നോട്ട് മതി. നിങ്ങൾ പഠിച്ച പഴയ നോട്ട് ഉണ്ടാവുമല്ലോ, അതിനകത്ത് കൂട്ടിച്ചേർത്താൽ മതി. പുതിയതുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്താൽ മതി, അല്ലെങ്കിൽ റിവിഷൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ
പ്രിന്റ് എടുക്കാനും കൂടെയുള്ള സൗകര്യത്തിന് ഞാൻ PDF തരുമ്പോ വൈറ്റ് ആയിട്ടായിരിക്കും തരും കേട്ടോ. ഓക്കെ, ക്ലാസ്സിൽ ഈ ബ്ലാക്ക് ആണെങ്കിലും PDF വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, യെസ്. അപ്പോ 2023 ജനുവരിയിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞിയാണ് എന്ന് വിളിച്ചു. 2023 ജനുവരിയിലെ സംരക്ഷിത സസ്യമായിട്ട് വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ഏതാണ്? അയ്യോ, കാണാൻ പോയായിരുന്നോ? യെസ്, ഏതാണ്? നീലക്കുറിഞ്ഞിയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഇവിടെ നമുക്കുള്ള വേറൊരു ഫെസിലിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാം കേട്ടോ. നീല കുറിഞ്ഞി, നമുക്ക് ആവശ്യമുള്ളതൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റപ്പ് ചെയ്യാം. നമുക്ക് ചാറ്റ് GPT ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ എന്താണ് 2023 ജനുവരിയിൽ സംരക്ഷിത സസ്യമായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി എന്ന് വിളിച്ചു. ഇനി 2031 വിക്ഷേപിക്കുന്ന ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ പദ്ധതി ശുക്രയാൻ 1. ഓക്കെ, ശുക്രയാൻ 1 2031 വിക്ഷേപിക്കുന്ന, ഇപ്പൊ ഗഗൻയാനൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുകയാണ് അല്ലെ. ഗഗൻയാനൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. എല്ലാം സക്സസ് ആവട്ടെ. ചന്ദ്രയാന് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ദേശീയ പതാക അവിടെ നാട്ടി ഇല്ലേ. അതേപോലെ തന്നെ ഗഗൻയാനും ശുക്രയാനും എല്ലാം വിജയിക്കട്ടെ. 2031 ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ പദ്ധതിയാണ് ശുക്രയാൻ 1 എന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള പദ്ധതിയുടെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ശുക്രയാൻ 1 എന്ന പോയിന്റ് പഠിച്ചു. ഓക്കെ, എന്താണ് ശുക്രയാൻ 1 കേട്ടോ. യെസ്, ശുക്രയാൻ 1 ആണ് രഹസ്യങ്ങൾ, ISROയുടെ രഹസ്യങ്ങൾ തേടിയുള്ള പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ISROയുടെ രഹസ്യമല്ല, ശുക്രയാൻ 1 ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള പദ്ധതിയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതങ്ങനെ. നെക്സ്റ്റ്, ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച 720 മെഗാവാട്ട് ശേഷിയുള്ള മങ്ക് ഡച്ച് ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിനാണ് കൈമാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. യെസ്, ഭൂട്ടാൻ എന്ന് പഠിച്ചു കേട്ടോ. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച എന്താണ് 720 മെഗാവാട്ട് ശേഷിയുള്ള മങ്ക് ഡച്ച് ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിനാണ് കൈമാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച 720 മെഗാവാട്ട് ശേഷിയുള്ള മങ്ക് ഡച്ച് ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിനാണ് കൈമാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഭൂട്ടാനാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് ഏത് സസ്യത്തെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലക്കുറിഞ്ഞിയാണ് കേട്ടോ. 2031 നീലക്കുറിഞ്ഞിയാണെന്ന് പഠിച്ചു വെക്കാം. 2031 വിക്ഷേപിക്കുന്ന ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ പദ്ധതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുക്രയാൻ 1 ആണെന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച 720 മെഗാവാട്ട് ശേഷിയുള്ള മങ്ക് ഡച്ച് ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിനാണ് കൈമാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ എന്ന് പഠിച്ചു വെക്കാം. ഇത് ജോഗ്രഫിയിൽ വരുന്നതാണ്. യെസ്, ഇത് ഫിസിക്സിൽ വരുന്നതാണ്, ഇല്ലെങ്കിൽ സയൻസിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇത് ജോഗ്രഫിയിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ LPUP വേണ്ടേ? ഇതൊക്കെ വേണം കേട്ടോ. നിങ്ങളുടെ ആ സിലബസിൽ ഇല്ലാത്ത എക്കണോമിക്സ് വേണം, ജോഗ്രഫി വേണം, ഹിസ്റ്ററി വേണം, ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, ബയോളജി വേണം. പക്ഷെ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ചില ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് ഓർത്താ മതി കേട്ടോ. അത് ഓർത്ത് പഠിച്ചാൽ മതി, വേറെ മാറ്റമൊന്നുമില്ല. സെറ്റ് അല്ലേ? യെസ്, LPUP-ക്കാരെ ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പോ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച 720 മെഗാവാട്ട് ശേഷിയുള്ള മങ്ക് ഡച്ച് ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിനാണ് കൈമാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ കേട്ടോ. ഭൂട്ടാൻ. അടുത്ത ചോദ്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം 2024. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2025. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പറ.
ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2024 അല്ല, അത് 2025 കേട്ടോ. ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 2025 ഐക്യരാഷ്ട്രസഭ ഒട്ടക വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 2024 അപ്പൊ ഒന്നും രണ്ടും തിരിച്ചു മറിച്ചിട്ടേക്കാണ്. ഒന്നും രണ്ടും തെറ്റാണ് കേട്ടോ. ഒന്നും രണ്ടും തെറ്റാണ് എന്ന പോയിന്റ് പഠിച്ചു. അപ്പൊ മങ്കിടച്ചു ജലവൈദ്യുത പദ്ധതി എത്ര വാട്ടിന്റെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാനാണ് കൊടുത്തത്. 720 മെഗാവാട്ടാണ് എന്ന പോയിന്റും ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. ശുക്രയാൻ ഏത് വർഷത്തോട് കൂടിയിട്ടാണ് വിക്ഷേപിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷത്തോട് കൂടിയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷത്തോട് കൂടിയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് 2031 കൂടിയിട്ടാണ് പഠിച്ചു കേട്ടോ. അപ്പോ സംരക്ഷിത പ്രദേശമായിട്ട് യെസ് തീരുമാനിച്ചത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സസ്യത്തെയാണ് അങ്ങനെ തീരുമാനിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഏത് സസ്യത്തെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ നീലക്കുറിഞ്ഞിയാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നീലക്കുറിഞ്ഞിയാണ് എന്ന് പഠിച്ചു. ഇനി ശൈശവ വിവാഹം തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പൊൻവാക്ക് എന്ന് പഠിച്ചു. ഓക്കെ, 8 മണിയുടെ കോഴ്സുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്തേ. അവിടെ നമ്മൾ ഒരു ടോപ്പിക് എടുക്കുന്നു, അത് വളരെ ഇങ്ങനെ പരന്ന് പോകുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് അതിനകത്ത് എടുക്കുക കേട്ടോ. ഓക്കെ, പക്ഷെ ഇവിടെ ഓരോ മാസം എടുക്കുമ്പോഴും എന്താണ് ഇപ്പോ പിന്നെ ഓരോരോ പോയിന്റുകൾ പറയുമ്പോഴും അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത മാസം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാവും. അങ്ങനെ മിക്സ് ചെയ്തിട്ട് മിക്സഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് പഠിക്കുക. അപ്പൊ എല്ലാം മനസ്സിൽ നിൽക്കാനുള്ള ഒരു സാധ്യത. മറ്റേത് ഒരേപോലെയുള്ള പോയിന്റുകൾ അവാർഡുകൾ തന്നെ ഒരു 40 അവാർഡ് ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 10 നമുക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവുള്ളൂ. പക്ഷെ എല്ലാം നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ ഓർമ്മയുണ്ടാവും, അത് ഉറപ്പാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യടക്കിടക്ക് കേട്ടോ. അപ്പൊ ശൈശവ വിവാഹം തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ പൊൻവാക്ക്. ശൈശവ വിവാഹം ഒരാൾ തടയാണെങ്കിൽ അയാളുടെ വാക്ക് പൊന്നാണ് അല്ലെ. വനിതാ ശിശു വികസന വകുപ്പും സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് എന്ന പോയിന്റ് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് കേട്ടോ. പൊൻവാക്ക്. ഓക്കെ, പൊൻവാക്ക് എന്ന പോയിന്റ് എന്ത് ചെയ്യണം പഠിച്ച് വെക്കണം. അപ്പോ ക്യാമൽസ് ഒട്ടക വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ഐക്യരാഷ്ട്ര സംഘടന ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടക വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് പറഞ്ഞേ 2024 അല്ലെ. ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 2025 അപ്പൊ നീലക്കുറിഞ്ഞി, ശുക്രയാന്, ഒട്ടക വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം, പൊൻവാക്ക്. യെസ്, പിന്നെ നമ്മൾ പഠിച്ചപ്പോ അത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ അല്ലെ. പിന്നെ മങ്കിടച്ചു ഭൂട്ടാൻ അല്ലെ. യെസ്, അപ്പൊ സെറ്റ് അല്ലേ. ഇനി സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ്. സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ്. ഇത് പഠിച്ചു. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വയനാട്. എല്ലാ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ് എന്ന് പഠിച്ചു. പിന്നെ ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്താ അറിയോ? മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്കൊരു അവർ തരുന്നു, ഓരോ കോഴ്സ് എടുക്കാനും ഇത്ര അവേഴ്സ് തരുന്നു, അതിന്റെ കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല, മറ്റൊരു ടീച്ചറുടെ സമയമായിട്ട് ക്ലാസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. ഓക്കെ, എനിക്ക് വൈകുന്നേരം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോ ഈ കോഴ്സിൽ ഞാൻ റിവിഷൻ ക്ലാസ് വൈകുന്നേരം വെക്കും. എനിക്ക് ഞായറാഴ്ച ഒരു പരീക്ഷ നടത്താൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഞായറാഴ്ച പരീക്ഷ നടത്തും കേട്ടോ. ഈ കോഴ്സിലെ എനിക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുക അതെല്ലാം നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ പിന്നെ സമയത്തിന്റെ കാര്യമാണെങ്കിലും കേട്ടോ, നമുക്ക് 8:30 കഴിഞ്ഞ് അടുത്ത പിന്നെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഇതാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇനി 9 മണി വരെ ക്ലാസ് എടുക്കാം കേട്ടോ. യെസ്, ഓക്കെ, അതങ്ങനെ പോകും കേട്ടോ. യെസ്, അപ്പൊ ഇനിയും നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നും ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയാട്ടോ. ഓക്കെ, 7510116655 എന്ന് പറഞ്ഞ ഓഫീസ് നമ്പറിൽ വിളിക്കാൻ പറയാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, ഉപകാരപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ മാത്രം കേട്ടോ. അപ്പൊ സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്.
മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വയനാടാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് കേട്ടോ. വയനാടാണ് യെസ് എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ മങ്കിടച്ചു ആർക്കാണ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, മങ്കിടച്ചു ജലവൈദ്യുത പദ്ധതി ആർക്കാണ് 720 മെഗാവാട്ടിന്റെ സൗകര്യം കൊടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അത് ഭൂട്ടാനാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, യെസ് ഭൂട്ടാനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, യെസ് സംരക്ഷിത വനപ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് വനം വകുപ്പ് ഏത് സസ്യത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലക്കുറിഞ്ഞിയാണ് പഠിച്ചു വെക്കാം. ഹിമാലയങ്ങളുടെ സംരക്ഷണ വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 2025 ഇനി ഒട്ടക വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 പഠിച്ചു വെക്കാം അല്ലെ. സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ബംഗ്ലാദേശാണ്. മുഴുവൻ ഗോത്രവർഗക്കാർക്ക് അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ജില്ല വയനാടാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം മൊധേര. ഓക്കെ, യെസ് ഫസ്റ്റ് സോളാർ വില്ലേജ് ഇൻ ഇന്ത്യ. സോളാർ വില്ലേജ് ഇൻ ഇന്ത്യ കണ്ടോ നിങ്ങൾ, മൊധേര ഇവിടെ കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് സെർച്ച് ചെയ്യാം. യെസ് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കണ്ടോ, ഫസ്റ്റ് സോളാർ ഗ്രാമം കണ്ടോ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാം, ബിങ്ങോ ഗൂഗിളോ ChatGPT ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, പടപടേന്ന് പറഞ്ഞിട്ട് അങ്ങ് സെർച്ച് ചെയ്യാം കേട്ടോ. യെസ് ഓക്കെ, അപ്പൊ മൊധേരയാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. മൊധേര കേട്ടോ. ഓക്കെ, മൊധേര വില്ലേജ്, മൊധേര ഇൻ ഗുജറാത്ത് കേട്ടോ. ഇന്ത്യസ് ഫസ്റ്റ് സോളാർ പവർ വില്ലേജ് ഗുജറാത്തിൽ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചോദിക്കാം. സെറ്റ് അല്ലേ? യെസ് ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്ത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ മൊധേരയാണ് എന്ന പോയിന്റ് പഠിച്ചു കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം, കണ്ണൂർ ജില്ല അല്ലെ. യെസ്, ഇനി ധർമ്മടത്തെ MLA ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മടത്തെ MLA ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലമാണ് ധർമ്മടം. ഓക്കെ, കണ്ണൂർ ജില്ലയിലാണ്. യെസ് ധർമ്മടതാര യെസ് പിണറായി വിജയനാണ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ. പിണറായി വിജയൻ ആണ് ധർമ്മടം എന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം കേട്ടോ. സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ്? യെസ് അതെ ധർമ്മടമാണ്. കണ്ണൂര് അവിടുത്തെ MLA ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് അവിടെ വിജയിച്ചത്, പിണറായി വിജയൻ എന്ന പോയിന്റ്. യെസ് അപ്പൊ അതും സെറ്റാണ് അല്ലെ. യെസ് അപ്പോ നെക്സ്റ്റ് 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ. 23 പത്മ അവാർഡുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇന്ന് ഞാൻ മലയാളികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം, വിഭൂഷണും ഭൂഷണും ഒക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഒരേപോലെയാവും. അപ്പോ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കണ്ണൂർ സ്വദേശി VP അപ്പുക്കുട്ടൻ പൊതുവാളിന് പത്മശ്രീ ലഭിച്ചു. ഓക്കെ, VP അപ്പുക്കുട്ടൻ പൊതുവാൾ കേട്ടോ. യെസ് അപ്പുക്കുട്ടൻ പൊതുവാളിന് എന്ത് ചെയ്തു, പത്മശ്രീ ലഭിച്ചു. 2023 പത്മശ്രീ ലഭിച്ചു എന്നുള്ളത് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ് പത്മശ്രീ ലഭിച്ചു. യെസ് അടുത്തതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനായ വയനാട് സ്വദേശി ചെറുവയൽ രാമനും എന്ത് കിട്ടി, നമ്മുടെ പത്മശ്രീ ലഭിച്ചു. ഓക്കെ, ചെറുവയൽ രാമൻ അത് കിട്ടൂലേ, നെൽവിത്ത് വയൽ കിട്ടൂലേ, ചെറുവയൽ രാമൻ. ഓക്കെ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അപ്പൊ വാളൊക്കെ എടുത്ത് ഇങ്ങനെ എന്താണ് പയറ്റി നോക്കുന്ന ആളായിരിക്കും പൊതുവാൾ കേട്ടോ. ഓക്കെ, വാള് രണ്ടെണ്ണമുണ്ട്. ഇവിടെ എന്താണ് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാളാണ് കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും കണ്ണൂർ സ്വദേശിയുമാണ് ആര്, VP അപ്പുക്കുട്ടൻ പൊതുവാൾ കേട്ടോ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. യെസ് ഇനി നെൽവിത്ത് സംരക്ഷകനാണ് വയനാട് സ്വദേശി ചെറുവയൽ രാമൻ എന്ന് വിളിച്ചു കേട്ടോ. ഇനി ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ CI ഐസക്
ഓക്കെ, ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമാണ്. യെസ്, വിദ്യാഭ്യാസ വിദഗ്ധനാണ് CI ആയത് കേട്ടോ. CI ഐസക് എന്ന് പഠിച്ചു വെക്കാം. കളരിപ്പയറ്റ് SRD പ്രസാദ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. കളരിപ്പയറ്റിന് പോകുമ്പോ പ്രസാദം തൊട്ടിട്ടാണ് പോകുന്നത്. അപ്പൊ കളരിപ്പയറ്റ് വിദഗ്ധൻ പ്രസാദ്, SRD പ്രസാദ് ആണെന്ന് പഠിച്ചു വെക്കാം. ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമാണ് CI ഐസക് എന്ന് പഠിച്ചു വെക്കാം. നെൽവിത്ത് സംരക്ഷകനാണ് വയനാട് സ്വദേശി ചെറുവയൽ രാമൻ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയായ പൊതുവാൾ അപ്പുക്കുട്ടൻ പൊതുവാൾ, നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമൻ, ചിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ CI ഐസക്, കളരിപ്പയറ്റ് പോകുമ്പോ പ്രസാദം തൊട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. SRD പ്രസാദ് എന്ന് പഠിച്ചു വെക്കാം. 4 മലയാളികൾക്കാണ് പത്മശ്രീ ലഭിച്ചത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ചെയ്ത്. ഓക്കെ, യെസ്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? പോയിന്റുകൾ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? ആ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്കൊന്ന് പടപെടാന്ന് പറഞ്ഞ് ഉത്തരം പറഞ്ഞ 2031 വിക്ഷേപിക്കുന്ന ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ പദ്ധതി ഏതായിരുന്നു? ISROയുടെ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, ശുക്രയാൻ ആണ് അല്ലെ. ശുക്രയാൻ 1 ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, മങ്കിടച്ച് ജലവൈദ്യുത പദ്ധതി 720 മെഗാവാട്ട് ശേഷിയുള്ളത് ഏത് രാജ്യത്തിനാണ് കൈമാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണെന്ന് അറിയാം. ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് ആചരിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലെ, 2025 ആണ്. ഒട്ടക വർഷോ 2024 എന്ന പോയിന്റ് നമ്മൾ പഠിച്ചാണ്. ശൈശവ വിവാഹം തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് യെസ്, ഏതാണ്? പൊൻവാക്ക് എന്നുള്ളതാണ് പദ്ധതി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശ് ആണെന്ന് പഠിച്ചു വെക്കാം. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ഗ്രാമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊതേരയാണ്. മൊതേര ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണെന്ന് കിട്ടൂല്ലേ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മടമാണ്. ധർമ്മട എവിടെയാണ്? കണ്ണൂരാണ് അല്ലെ. പിണറായി വിജയനാണ് അവിടെ വിജയിച്ചതെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി സ്വാതന്ത്ര്യ സമര സേനാനിയായ ആർക്കാണ് പത്മശ്രീ ലഭിച്ചത് 2023? അപ്പുക്കുട്ടൻ പൊതുവാൾ അല്ലെ. നെൽവിത്ത് സംരക്ഷകൻ ആർക്കാ? ചെറുവയൽ രാമൻ. ചരിത്രകാരൻ CI ഐസക്. കളരിപ്പയറ്റ് വിദഗ്ധൻ പ്രസാദ്, SRD പ്രസാദ് എന്നും പഠിച്ചു വെച്ചു. തെറ്റല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങൾ പക്ക പഠിച്ചില്ലേ? ഓക്കെ, യെസ്. 2023 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഉരുക്ക് ആർച്ച് പാലം, സിയോം പാലം. ഓക്കെ, 2023 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഉരുക്ക് ആർച്ച് പാലമായ സിയോം പാലം സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് എന്ന് പഠിച്ചു വെക്കാം. സിയോം നദി കേട്ടോ. സിയോം പാലം സ്ഥിതി ചെയ്യുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്. സിയോം കേട്ടോ. സിയോം പാലം എവിടെയാണ്? അരുണാചൽ പ്രദേശ് എന്നും പഠിച്ച് വെക്കാം കേട്ടോ. യെസ്. അപ്പൊ 2023 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഉരുക്ക് ആർച്ച് പാലമായ സിയോം പാലം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. സിയോം പാലം സിയോം നദിയിലാണ് എന്നും നോട്ട് ചെയ്ത് കേട്ടോ. യെസ്, അപ്പൊ അതേ ഓർത്തു വെക്കാം. ഇനി 2022 അവസാനം കണ്ടെത്തിയ എക്സോ പ്ലാനറ്റ് ഏതാണ്? 22 അവസാനം കണ്ടെത്തി 23 ജനുവരിയിലാണല്ലോ വരിക അല്ലെ. എക്സോ പ്ലാനറ്റ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്താ എക്സോ പ്ലാനറ്റ്? ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിന് പുറത്ത്, നമ്മളുള്ള സൗരയൂഥത്തിന് പുറത്തെ സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹമാണ് ഏത്? എക്സോ പ്ലാനറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിന് പുറത്തെ സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹം. നമ്മൾ സൂര്യനെ ചുറ്റുന്ന നമ്മളല്ലേ ഈ പറയുന്ന സൗരയൂഥത്തിൽ ഉൾപ്പെടുന്നത്. സൂര്യനാണ് നമ്മുടെ കേന്ദ്രം അല്ലെ. സൂര്യനെ ചുറ്റുന്ന നമ്മൾ സൗരയൂഥത്തിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ അതിന് പുറത്തെ ഓക്കെ സൂര്യന് സമാനമായ നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തെയാണ് എക്സോ പ്ലാനറ്റ് എന്ന് വിളിക്കുക. അത് ഒരുപാടുണ്ട്. സൂര്യന് സമാനമായ നക്ഷത്രത്തെ ചുറ്റുന്ന ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. 22 അവസാനം കണ്ടെത്തിയ എക്സോ പ്ലാനറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HD 109833b എന്ന് പഠിച്ചു. LPPക്കാരൊക്കെ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട പോയിന്റാണ്.
കേട്ടോ. HD109833b നെപ്റ്റ്യൂണിന്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു എക്സോ പ്ലാനറ്റ് ആണ്. എക്സോ പ്ലാനറ്റ് എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്താണ് എക്സോ പ്ലാനറ്റ്? നമ്മുടെ സൗരയൂഥത്തിന് പുറത്തെ സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തെയാണ് എക്സോ പ്ലാനറ്റ് എന്ന് വിളിക്കുക. 2023 കണ്ടെത്തിയ എക്സോ പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ HD109833b എന്ന് നോട്ട് ചെയ്തു വെക്കുക. അത് ഏത് ഗ്രഹവുമായിട്ട് സാദൃശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെപ്റ്റ്യൂണുമായിട്ട് സാദൃശ്യമുണ്ട് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെപ്റ്റ്യൂണുമായിട്ട് സാദൃശ്യമുണ്ട് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, അവിടെ പഠിച്ചു വെക്കാം. അപ്പൊ അതോ അപ്പോ സിയോം പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയോം പാലം അരുണാചൽ പ്രദേശിലാണ്. അത് ഏത് നദിയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിയോം നദിയിലാണ് എന്ന പോയിന്റ് പഠിച്ചു നോക്കാം അല്ലെ. SRD പ്രസാദ് ഏതിനത്തിൽ വിദഗ്ധനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കളരിപ്പയറ്റ് ആചാര്യനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. യെസ്, ഇനി ഫോട്ടോ അവിടെ പോട്ടെ. വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം ഈ ബുക്കിലേക്ക്, വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? PR ഗോപിനാഥൻ നായർ കേട്ടോ. വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം ആരുടെയാണ്? PR ഗോപിനാഥൻ നായർ. വഴിയിൽ വീണ വെളിച്ചം, വെളിച്ചം വഴിയിൽ വീഴുവോ? വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PR ഗോപിനാഥൻ നായർ എന്ന പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ. PR ഗോപിനാഥൻ നായർ. ഓക്കെ, ഗോപി. അപ്പോ വെളിച്ചെങ്ങാനും വഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഗോപിയാണ്. യെസ്, അത് പിന്നെ നോക്കണ്ട അല്ലെ. യെസ്, വഴിയിൽ വീണ വെളിച്ചം ഗോപിനാഥൻ നായർ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് നോക്കാം. കവിതയാണ്. അപ്പൊ ഉപമയും ഉൾപ്രേക്ഷയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും. നമ്മളിപ്പോ തൽക്കാലം PR ഗോപിനാഥൻ നായർ ആണ് എന്ന് മാത്രം പഠിച്ചാൽ മതി അല്ലെ, ഒഴിയണ്ട. ഓക്കെ, അടുത്തത് ഏഷ്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചൈന. ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചൈനയാണ് എന്ന പോയിന്റ് പഠിച്ചു. ഏഷ്യയിൽ ആദ്യമായിട്ട്. ലോകത്തിൽ ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ അവതരിപ്പിച്ച രണ്ടാമത്തെ രാജ്യമാണ് ചൈന. അപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ജർമ്മനിയാണ്. ഇനിയുള്ള കാലം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കലോറിക് മൂല്യമുള്ള ഇന്ധനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഏറ്റവും കൂടുതൽ കലോറിക് മൂല്യമുള്ള ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ. ഏറ്റവും കൂടുതൽ കലോറിക് മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ. അപ്പൊ ഹൈഡ്രജനെ വേണ്ട രീതിയിൽ പ്രോസസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷമമായിട്ട് ഇന്ധനക്ഷമതയോട് കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഹൈഡ്രജൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഹൈഡ്രജൻ യുഗമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ലോകത്തിൽ ആദ്യമായി ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയാണ്. ഏഷ്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണെന്ന് പഠിച്ചു നോക്കാം. ഇനി ലോകത്തെ തന്നെ രണ്ടാമത്താണ് ചൈന ഇറക്കിയിട്ടുള്ളത് എന്ന പോയിന്റും അവിടെ എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതും നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ, പഠിക്കുന്നില്ലേ? ആദ്യം പഠിച്ചത് മറന്നുപോലല്ലോ. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടമാണ് അല്ലെ. ആദ്യത്തെ സോളാർ ഗ്രാമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ, മൊധേര എന്ന് പഠിച്ചു വെക്കാം. സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ആണെന്ന് പഠിച്ചു വെക്കാം. മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് വയനാടാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഇനി ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു, വായിച്ചു നോക്കിയേ. 2023 ജനുവരി ആണല്ലോ അല്ലെ. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന ഫ്ലോട്ടിന്റെ വിഷയം ശിശു സംരക്ഷണം ആണോ? 2023 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥിയായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി ആണോ? ഇതിൽ ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? 2023 റിപ്പബ്ലിക്കിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? പറഞ്ഞേ. ഫുൾ ഓപ്ഷനും കാണുന്നില്ലേ? ബി ആണ് ശരിയായിട്ടുള്ളത് ആണോ? അതെന്താ റീസൺ? എന്താ റീസൺ? അതായത്
യെസ്, ശിശു സംരക്ഷണം അല്ല, വനിതാ ശാക്തീകരണം കേട്ടോ. വനിതാ ശാക്തീകരണമായിരുന്നു പ്രമേയം. ഓക്കെ, യെസ്, ഇവിടെ അബ്ദുൽ ഫത്താഹ് അൽ സിസി മുഖ്യാതിഥിയായിരുന്നു കേട്ടോ. 2023 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ആണ്. അത് ശരിയാണ്. എന്നാൽ വനിതാ ശാക്തീകരണമായിരുന്നു എന്ത്? വനിതാ ശാക്തീകരണമായിരുന്നു പ്രമേയം കേട്ടോ. അപ്പൊ 2 മാത്രമാണ് ശരിയായിട്ടുള്ളത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് കേട്ടോ. യെസ്, 2 മാത്രമായിരുന്നു ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി കുടുംബശ്രീ മിഷന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അയൽക്കൂട്ട സംഗമത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഏതാണ്? ചുവട് എന്ന് പഠിച്ചു പോകാം. എന്താണ്? ചുവട് കേട്ടോ. ചുവടാണ് കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള അയൽക്കൂട്ട സംഗമത്തിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് പഠിച്ചു പോകാം? ചുവട് കേട്ടോ. ചുവടാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചുവട്, ചുവട് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ചുവട്. ഓക്കെ, കുടുംബശ്രീ മിഷന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുവട് എന്ന് പഠിച്ചു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധിയും പ്രസവാവധിയും നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് എന്ന് വെച്ചു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് ആർത്തവാവധി കൊടുത്തത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പഠിച്ചു നോക്കാം. കുസാറ്റിലാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു പരിപാടി വന്നത് കേട്ടോ. കുസാറ്റിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി വന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്, കുസാറ്റിലാണ് ആദ്യമായിട്ട് വന്നത് കേട്ടോ. കുസാറ്റുകാരാണ് ഇറക്കിയത്. പിന്നെ ബാക്കി എല്ലാവരും ഈ പറയുന്ന പദ്ധതി എന്താണത് പിന്നെ എങ്ങനെയാണല്ലോ അല്ലെ, ആവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ ബാക്കി യൂണിവേഴ്സിറ്റിക്കാരൊക്കെ എന്താണ് സമരം ചെയ്യും സ്വാഭാവികമായിട്ടും. ഓക്കെ, അപ്പോ 73 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? യെസ്, ആരാ പറഞ്ഞേ? യെസ്, 2023 73 അല്ല 74 അല്ലെ. 74ാമത് റിപ്പബ്ലിക് ദിനത്തിലാണ്. 74ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ ഫത്താഹ് അൽ സിസി എന്ന് പോയിന്റ് പഠിച്ചു വെക്കാം. സ്ത്രീ ശാക്തീകരണമായിരുന്നു മുഖ്യ പിന്നെ ഒരു ഇന്ത്യയുടെ മുഖ്യ തീം എന്ന പോയിന്റ് എന്ത് ചെയ്യുക, കേരളത്തിന്റെ കേട്ടോ, കേരളം അവതരിപ്പിച്ചാണ്. അതിവിടെ പറയുന്നില്ലേ, കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയമാണ് സ്ത്രീ ശാക്തീകരണം. എന്നാൽ ടോട്ടൽ 2023 റിപ്പബ്ലിക് ഡേയുടെ ടോട്ടൽ തീം എന്തായിരുന്നു എന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ടോട്ടൽ തീം കേരളത്തിന്റെ തീമാണ്. കേരളത്തിന്റെ തീമാണ് എന്ത്? ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണം കേട്ടോ. ഓക്കെ, യെസ്, ടോട്ടൽ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളതാണ് കേട്ടോ. ജാൻ ബഗീദാരി എന്ന് നോട്ട് ചെയ്തു വെക്കാം. ജനങ്ങളുടെ പങ്കാളിത്തം കേട്ടോ. ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളതാണ് മെയിൻ തീം. ഓക്കെ, കേരളത്തിന്റെ തീമാണ് എന്ത്? യെസ്, സ്ത്രീ ശാക്തീകരണം. 74ാമത്തെ റിപ്പബ്ലിക് ആണെന്ന് പഠിച്ചു വെക്കാം. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി ആണ് എന്ത് അതിനെ നേതൃത്വം കൊടുത്തത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്തിന്റെ ആകൃതിയിലായിരുന്നു കേരളത്തിന്റെ ടാബ്ലോ എന്നറിയാമോ? 2023 74ാമത് ബേപ്പൂരുള്ള ഉരു. നമുക്കവിടെ പടം ഓർമ്മയുണ്ടോ? ബേപ്പൂരുള്ള ബോട്ട് പോലെയുള്ള ഉരു എന്നാണ് പറയാ അല്ലെ. ബോട്ട് പോലെയുള്ള തോണി പോലെയുള്ള ബേപ്പൂർ ഉരു. ബേപ്പൂരിലുള്ള ഉരുവിന്റെ ആകൃതിയിലായിരുന്നു നമ്മുടെ ടാബ്ലോ. സ്ത്രീ ശാക്തീകരണം എന്ന് പഠിച്ചു കേട്ടോ. ഇതിൽ 1ാം സ്ഥാനം നേടിയത് ആരാന്നറിയാമോ? ഉത്തരാഖണ്ഡ് ആണ്. കഴിഞ്ഞ വർഷം 1ാം സ്ഥാനം നേടിയത് കേട്ടോ. ഉത്തരാഖണ്ഡ് ആണ്. ഈ വർഷത്തെ നമ്മൾ പഠിക്കുകയെ ഉത്തരാഖണ്ഡ് ആണ് 1ാം സ്ഥാനം നേടിയത് എന്ന് പഠിച്ചു കേട്ടോ. ഓക്കെ, യെസ്, 2ാമത് എത്തിയത് 1ാം സ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയാണ് എന്നും പഠിച്ചു കേട്ടോ. 2ാം സ്ഥാനം ആർക്കാണ്? മഹാരാഷ്ട്രക്കാണ് എന്ന് പോലും ഓർത്തു. അപ്പൊ എന്തൊക്കെയാണ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്? ബേപ്പൂർ ഉരുവിന്റെ ആകൃതിയിലാണ് കേരളം അവതരിപ്പിച്ചത്. കേരളത്തിന്റെ തീം എന്തായിരുന്നു? സ്ത്രീ ശാക്തീകരണം. എത്രാമത് റിപ്പബ്ലിക് ഡേ ആയിരുന്നു? 74ാമത് റിപ്പബ്ലിക് ഡേ. ഏത് രാജ്യത്തിന്റെ അതിഥിയാണ് വന്നത്? ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ് വന്നത് അല്ലെ, അബ്ദുൽ ഫത്താഹ് അൽ സിസി. എന്തായിരുന്നു ടോട്ടൽ തീം? ജനങ്ങളുടെ പങ്കാളിത്തം. ആർക്കാണ് ടാബ്ലോയിൽ 1ാം സ്ഥാനം കിട്ടിയത്? ഉത്തരാഖണ്ഡ്. 2ാം സ്ഥാനം ആർക്കാണ്? മഹാരാഷ്ട്രക്കാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ചെയ്ത്. ഓക്കെ, യെസ്.
സെറ്റല്ലേ? അപ്പൊ കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ട് 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അയൽക്കൂട്ട സംഗമത്തിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? കുടുംബശ്രീ മിഷന്റെ അയൽക്കൂട്ട സംഗമത്തിന്റെ പേര് ചുവടെ എന്ന് പോയിട്ട് ചെയ്യാം, പഠിച്ചു വെക്കാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഓർമ്മശക്തി ടെസ്റ്റിംഗ്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ക്ലാസ് ഉണ്ടാവുകയെ. ഓർമ്മശക്തി ടെസ്റ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ നടത്താം. ഇതുവരെ നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് എന്നാ ഇവിടെ റിവിഷൻ ചെയ്തിട്ട് അവസാനിപ്പിക്കാം അല്ലെ? കാരണം ഇനിയും ആളുകൾ കുറെ പേര് എന്റെ വാട്സപ്പിൽ ഇപ്പോഴും ഉണ്ട് 5-6 മെസ്സേജുകളെ കോഴ്സിൽ ജോയിൻ ചെയ്തില്ലല്ലോ, ജോയിൻ ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ചിലർ വിചാരിക്കും എനിക്ക് ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സിൽ അങ്ങ് ജോയിൻ ആയിരുന്നു. അങ്ങനെ അല്ല കേട്ടോ. ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കഴിഞ്ഞാൽ ഞാനിത് ബാക്ക് എൻഡിൽ പോയിട്ട് ആഡ് ചെയ്താലേ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുള്ളൂ കേട്ടോ. ഗൂഗിൾ പേയിൽ ഇന്നലെ പൈസ അയച്ചു ഇതുവരെ ഞാൻ ഇന്നലെ ഞാൻ മെൻഷൻ ചെയ്തതൊക്കെ ഇതാക്കി. ഇനി ചിലരൊക്കെ നമ്പർ കൊടുത്തതൊക്കെ വ്യത്യാസം ഉണ്ടാവും. വാട്സപ്പിൽ അയക്കുന്ന നമ്പർ ആയിരിക്കില്ല, സെർച്ച് ചെയ്ത് കിട്ടാത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പൈസ അയക്കുന്ന നല്ല കണക്കെ നിങ്ങളെ ഇതിലെ എന്താണ് ജോയിൻ ചെയ്യുന്നതാണ് കണക്ക് കേട്ടോ. ഓക്കെ, കൂട്ടുകാരെങ്കിലും ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പോ ഇന്ന് നമ്മളെ ഇവിടെ റിവിഷൻ ചെയ്ത് പതിയെ അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റാപ്പിഡ് ഫയർ റിവിഷൻ അവസാനം വരുന്നുണ്ട്. നാളെ മുതലേ 8:30 അപ്പുറത്തേക്ക് എടുക്കണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നോക്കാം, ഓരോ ദിവസത്തെ സാഹചര്യത്തിനനുസരിച്ച് എടുക്കാം അല്ലെ? ഓക്കെ, അപ്പൊ ഞാന് റിവിഷൻ ഒന്നും ചെയ്യാതെ, റിവിഷൻ ഒന്നും കൂടെ ചെയ്യാം. റിവിഷൻ ചെയ്യാതെ ഞാൻ ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കട്ടെ, കിട്ടുന്നുണ്ടോ നോക്കാം. ഒരു 5 ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, മുഴുവൻ ഗോത്രവർഗക്കാർക്കും അവശ്യരേഖകൾ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് എന്ന് ചോദിച്ചു. യെസ്, ശരിയാണ്, വയനാട് എന്ന് മനസ്സിൽ വന്ന ആളുകൾക്ക് ഒരു മാർക്ക്. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത ആളുകൾക്ക് ഒരു മാർക്ക്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, എത്ര കിട്ടുന്നുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ശൈശവ വിവാഹം തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താ? യെസ്, കമന്റ് വരട്ടെ. പൊൻവാകെ എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മാർക്കിന്റെ കൂടെ കൂട്ടാം. അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചത്? യെസ്, 2024 എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതും സെറ്റാണ്. നാലാമത്തെ ചോദ്യം, കിട്ടാത്ത ചോദിക്കണല്ലോ, കിട്ടാത്തപ്പോ എന്താ? ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ആർക്കാണ് 2023 പത്മശ്രീ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാ? CI ഐസക്കിനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, കിട്ടുന്ന ആളുകളെ ആ മാർക്കും കൂടി എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇനി അവസാനത്തെ ചോദ്യം, സിയോം നദിയിൽ സ്ഥിതി ചെയ്യുന്ന സിയോം പാലം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ് കേട്ടോ. അരുണാചൽ പ്രദേശിലാണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ 5-ൽ 5 കിട്ടുകയാണെങ്കിൽ ഓർമ്മശക്തിയുടെ വേഗതയുടെ കാര്യത്തിൽ നിങ്ങൾ പുലികളാണ്, 4 ആണെങ്കിൽ നിങ്ങൾ പുലിയാണ്, 3 ആണെങ്കിൽ വല്ല മാനാണ്, 2 ആണെങ്കിൽ നിങ്ങൾ എലിയാണ്, ഒരെണ്ണേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓർമ്മശക്തിയുടെ വേഗതയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒച്ചിന്റെ വേഗതയേ ഉള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ പുലികളാണോ? 5ഓ 4ഓ എനിക്ക് വേണ്ട. പുലികളാണോ, പുലികളാണോ, മാനാണോ, എലിയാണോ, ഒട്ടകാണോ? ഒട്ടകല്ല, ഒച്ചേ. ഏതാ നിങ്ങൾ? അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024 കേട്ടോ. യെസ്, അപ്പൊ നിങ്ങൾ ഏതാ? അപ്പൊ നമ്മളെ ക്ലാസ്സിൽ നിന്ന് തന്നെ റിവിഷൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റിനും കൂടെ റാപ്പിഡ് ആയിട്ട് റിവിഷൻ ചെയ്യാം കേട്ടോ. യെസ്, കിട്ടുന്നുണ്ടോ? നമുക്ക് ടോട്ടൽ ഒന്നും കൂടെ റിവിഷൻ ചെയ്യാം. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കണ്ണൂർ സ്വദേശി ആരാണ്? ആർക്കാണ് പത്മശ്രീ ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുകുട്ടൻ പൊതുവാൾ അല്ലെ? ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മടമാണ് എന്ന് പഠിച്ചു നോക്കാം അല്ലെ? ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ഗ്രാമമായ മൊത്തേര സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ് എന്ന് പഠിച്ചു നോക്കാം അല്ലെ? സൗഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ വിതരണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ബംഗ്ലാദേശ് ആണെന്ന് പഠിച്ചു നോക്കാം അല്ലെ? നെപ്റ്റ്യൂണുമായി സാദൃശ്യമുള്ള ഏത് ഗ്രഹത്തെ കണ്ടെത്തി ചോദിച്ചു കഴിഞ്ഞാൽ HD 109833b. അതൊക്കെ ചിലപ്പോൾ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, വഴിയിൽ വീണ വെളിച്ചം എന്ന കവിതാ സമാഹാരം ആരുടെ ചോദിച്ചു കഴിഞ്ഞാൽ
PR ഗോപിനാഥൻ നായർ എന്ന് വിളിച്ചു പോകാം. ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ ഇറക്കിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലാണ്. ലോകത്ത് ആദ്യമായിട്ട് ഇറക്കിയത് ജർമ്മനിയാണെന്ന് വിളിച്ചു പോകാം. കേരളത്തിന്റെ ടാബ്ലോയിഡ് തീം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശിശു സംരക്ഷണം. ടാബ്ലോക്ക് 1ാം സ്ഥാനം കിട്ടിയത് ആരാ? ആർക്കാ? യെസ്, അത് ഉത്തരാഖണ്ഡിലാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏത് സംസ്ഥാനത്തെ ഏത് സംസ്ഥാനത്തിലെ ഏത് രാജ്യത്തിന്റെ അതിഥിയായിരുന്നു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ ഫത്താഹെ അൽ സിസി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ് എന്ന പോയിന്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, ഓക്കെ ആണ്, പക്കയാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മളെ എന്താണ് കുറച്ച് സ്ലോ ആയിട്ടാണ് ഇന്ന് എടുത്തത്. അപ്പൊ ഇതുപോലെ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ച് പോകും എന്ന് നമ്മൾ തീരുമാനിക്കുക, സ്വയം തീരുമാനിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. യെസ്, ഡെയിലി ഇന്നെടുത്ത കാര്യങ്ങൾ നമ്മൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, സ്ലോ ആയിട്ടാണ് എടുത്തത്. കുറെ അധികം റിവിഷൻ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇത്രത്തോളം റിവിഷൻ ചെയ്യാനോ പഠിക്കാനോ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഫാക്ടുകൾ നമുക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയും വേണ്ടി വരും. അപ്പോ ഇത്തിരിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് കൂട്ടി നിങ്ങൾ അതിലേക്ക് നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ എത്തിക്കും കേട്ടോ. അപ്പൊ പറ്റുന്നത്രയും ആളുകൾ, ലൈവിൽ വരാൻ പറ്റാത്ത ആളുകളെ, ഇത് റെക്കോർഡഡ് ആയിട്ട് കേൾക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് കാണാം. അതൊരു ലാസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ മതി. പറ്റുന്ന അത്രയും ആളുകളെ ലൈവിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ലൈവിൽ വരുമ്പോഴേ നമുക്ക് ഈ എഫക്റ്റ് കിട്ടുള്ളൂ, പഠിക്കുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. മീൻസ് നമുക്ക് ആ ഒരു ത്രെഡ് ഉണ്ട് അല്ലെ, ഓരോ ദിവസത്തെയും ഒരു കാര്യം നമ്മൾ അന്ന് തന്നെ പഠിച്ചങ്ങ് സെറ്റ് ആക്കി വെക്കുന്ന ആ ഒരു കാര്യം ലൈവിൽ വന്നാലേ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. പരമാവധി ലൈവിൽ വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി PDF ഈ കോഴ്സിന്റെ കണ്ടന്റിലെ ഞാൻ ആഡ് ചെയ്യും, അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കാം. അത് മാനുവലി ചെയ്യുന്നതാണ്, ഓട്ടോമാറ്റിക് അല്ല. അപ്പൊ നമ്മളെ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും കേട്ടോ. അപ്പോ യെസ്, ഓക്കെ അല്ലേ? യെസ്, ഇവിടെ നമ്മൾ കോളേജ് വിദ്യാർത്ഥികളുടെ സ്ലൈഡ് കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടത്തിന്റെ പുതിയ പേര്, അതും കൂടി നോട്ട് ചെയ്ത് വെക്കണേ. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടത്തിന്റെ പേര് അമൃത് ഉദ്യാൻ എന്നുള്ളതാണ്. ഈജിപ്തും ഇന്ത്യയും ചേർന്ന് നടക്കുന്ന സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേര് സൈക്ലോൺ 1, അതും കൂടി കൂട്ടിച്ചേർത്ത് വെക്കണേ. അതുകൂടി പഠിക്കണേ. ഞാൻ എന്തോ പറയാൻ വന്നപ്പോ പിന്നെ അങ്ങനെ അവിടെ പോയി കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധിയും പ്രസവാവധിയും നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണ്. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടത്തിന്റെ പേര് അമൃത് ഉദ്യാൻ ആണ്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേര് സൈക്ലോൺ 1 ആണ് എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, യെസ്. അതിനു ചെറിയ പനി ആയതുകൊണ്ട് ഇന്ന് വിടുന്നില്ല. ഡാൻസ് ഒക്കെ കണ്ടായിരുന്നോ നിങ്ങളെ? അതിനൂട്ടിന്റെ ഡാൻസ് ഒക്കെ കണ്ടായിരുന്നോ? പൊളിച്ചില്ലേ? യെസ്. അപ്പോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ആളുകളോട് ഞാൻ ചോദിക്കുന്നില്ല, പഴയ ആളുകളോട് ഞാൻ ചോദിക്കുന്നില്ല. പുതിയ ആളുകളെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ. ഇന്ന് സ്പീഡ് കുറച്ച് കുറവായിട്ട് തോന്നും, നാളെ കുറച്ച് സ്പീഡ് കൂട്ടും നമ്മൾ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നന്നായിട്ട് പഠിക്കുക. അപ്പൊ 4-ാം തീയതി നമ്മൾ തുടങ്ങി കേട്ടോ. ഓക്കെ, 4-ാം തീയതി നമ്മൾ തുടങ്ങി. യെസ്, ഓക്കെ. നമ്മളെ പരമാവധി എന്ത് ചെയ്യും? ഒരു സംശയമില്ലാതെ നമ്മൾ കവർ ചെയ്യും. യെസ്, ഇനി നിങ്ങളെ വേറൊരു കോഴ്സിലും ജോയിൻ ചെയ്യേണ്ടതില്ല. കറണ്ട് അഫയേഴ്സിലെ നമ്മൾ ഇനി അക്കാഡമിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ കോഴ്സുകൾ ഇങ്ങനെ പുതുതായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്താണ് അതിലും കൂടി എൻറോൾ ചെയ്യുക, കോഴ്സും കൂടി നോക്കുക എന്നുള്ള ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. മീൻസ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ? കാരണം നമ്മളും ആ ഒരു രീതിയിലായിരുന്നു. നമുക്കും കുറെ അധികം കോഴ്സുകൾ വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അങ്ങനെയൊന്നുമില്ല. യെസ്, നമ്മളെ എക്സാമിന് അന്ന് വരെ, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 7:30 സമയം തുടരാൻ പറ്റും. ഈ കോഴ്സുകളെ ഇപ്പൊ ഈ സ്ട്രെച്ചിലുള്ള എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേ നമ്മൾ തുടരുകയും ചെയ്യും കേട്ടോ. വരുമ്പോയോ ഞാൻ വെറുതെ കഥ പറയാനല്ല. 128 ആൾ ഇപ്പോൾ ലൈവിലുണ്ട് അല്ലെ? ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കൂടെ ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി അറിയിക്കുക കേട്ടോ. ഓക്കെ, പഴയ നമ്മുടെ കൂട്ടുകാരും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റാക്കി കൈ കൊടുക്കാം. 7510116655 എന്ത് ചെയ്താൽ മതി? മെസ്സേജ് അയക്കാൻ വേണ്ടിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ പച്ചവെള്ളം PSC എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ, നമുക്ക് അഡീഷണൽ ക്ലാസ്സുകളൊക്കെ നമുക്ക് പച്ചവെള്ളം PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. ഇതും കൂടി യൂട്യൂബ് ചാനലും ഉണ്ട്, ടെലഗ്രാം ചാനലും ഉണ്ട്. ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യാൻ വേണ്ടി, മീൻസ് അതിലും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പച്ചവെള്ളം PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അഡീഷണലി മോക്ക് ടെസ്റ്റുകളും
പിന്നെ പ്രാക്ടീസ് ടെസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് വഴിയും ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.